അസ്സലാമലൈക്കും. സൗദാസ് ദുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം തിരക്ക് പിടിച്ചിട്ടുള്ളൊരു ദിവസം കേട്ടോ. നമുക്ക് നല്ലൊരാളെന്ന് മുറ്റത്ത് പണിക്ക് കിട്ടിയതാണ്, ചെടിപ്പണിക്ക് കേട്ടോ. പണി കഴിഞ്ഞപ്പോൾ തന്നെ 6 മണിയായി. അത്രയും നല്ല പണിയെടുക്കണ ഒരാൾ കേട്ടോ. ഭയങ്കര എനിക്ക് എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. അപ്പോൾ ചോറിന് വെള്ളം വെച്ചിക്കണം, പാലടുപ്പത്ത് വെച്ചിക്കണം. പാലിന്ന് രാവിലെ എടുത്തതിൻ്റെ ബാക്കി കാച്ചിട്ടില്ലേന്ന് അതാണ്. അപ്പോൾ ചിരങ്ങ നമ്മൾ തേങ്ങാപ്പാൽ വെച്ച് വെക്കണ, കൈപ്പങ്ങ പൊരിക്കണ. അപ്പം ഇങ്ങനെ ഞാൻ അയാളുടെ അടുത്ത് പോവും. രാജു എന്നാണ് പേര്. അയാളുടെ അടുത്ത് പോയിങ്ങാണ്ട് വന്നിട്ട് വീണ്ടും പണിയെടുക്കും. കാരണം കൂടുതൽ ചെടിയുള്ളതുകൊണ്ട് അയാൾക്ക് തന്നെ ഒരു പേടി, കൂടെ ഞാൻ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കൈപ്പങ്ങ ഇങ്ങനെ കനല്ലാതെ മുറിച്ചു, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ വിനാഗിരി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി വെച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതാ പൊരിക്കാതെയാണ്. ഇങ്ങനെ നമ്മൾ പൊരിക്കാനിട്ടാൽ പിന്നെ മക്കളാരെങ്കിലും നോക്കിക്കോളും. അപ്പോൾ പിന്നെ ഞാൻ ഉള്ളടുത്ത് പോകും. ഓപ്പൺ ടെറസിലൊക്കെ ഞാൻ പച്ചക്കറി ഉണ്ടാക്കിയിട്ട് ആ മണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ പെരും മഴയല്ല അപ്പോൾ ആ മണ്ണൊക്കെ വാരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പപ്പായ പഴുത്ത് നിന്നീന്ന് അത് പറിച്ചുകൊണ്ട് മോളെ കയ്യിൽ കൊടുത്തു. ഓളെ ചെത്തിയെടുക്കണം. പിന്നെ ഒരു കഷ്ണം മീനാണ് കിട്ടിയിരുന്നത്. അപ്പോൾ മീൻ ഇതാ പൊരിക്കാനിടണം. അപ്പോൾ നമുക്ക് ഒരാളും കൂടെ ഉണ്ടാകുമ്പോൾ അയാൾക്ക് മീൻ കൊടുക്കേണ്ട വിചാരിച്ച് മീൻ ബഡ്ജറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതാ തേങ്ങാപ്പാൽ ഒഴിച്ച കറി ചരങ്ങയാണ്. കൈപ്പങ്ങ പൊരിച്ചു, മീൻ പൊരിച്ചു, പയറുപ്പേര്, പിന്നെ കൈപ്പങ്ങ കുറച്ച് മുളകിട്ടു, പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കി. അപ്പം അയാൾക്ക് ഉച്ചക്കത്തെ ചോറ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ അയക്കെല്ലാം കൂട്ടാനും വെച്ചെടുക്കുകയാണ്. മീൻ വെച്ചു, കൈപ്പങ്ങ മുളകിട്ടത് ഒഴിച്ചു കൊടുത്ത്, കൈപ്പങ്ങ വറുത്തത് വെച്ചു കൊടുത്ത് പൊരിച്ചതാട്ടോ. പിന്നെ അതാ പയറുപ്പേരിട്ട് കൊടുക്കുകയാണ്, കുറച്ച് ചമ്മന്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കൂട്ടാനും കൂട്ടി മൂപ്പർക്ക് ഉച്ചക്ക് ചോറ് കൊടുക്കുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിരുന്ന്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മൂപ്പർക്ക് പൊറാട്ടയും പാലപ്പൊക്കെ ഇന്ന്. അപ്പോൾ ഞാനുള്ളതൊക്കെ കൊടുത്തു. കുറച്ച് ചെവി കേൾക്കൂല കേട്ടോ, അതാണ് ഒരു പ്രശ്നമുള്ളൂ. നമ്മൾ ഒച്ചിട്ട് സംസാരിക്കണം. എനിക്കെൻ്റെ ഫ്രണ്ട് നമ്പർ എന്നിട്ട് വിളിച്ചതാട്ടോ. അപ്പോൾ അതാ ചോറുന്നാനിരിക്കുകയാണ്. അപ്പോൾ അത്രയും നല്ല വൃത്തിയിലാണ് പണിയെടുക്കാൻ. ഞാൻ ഒരുപാട് കാലമായി ഇങ്ങനെ ഒരാളെ അന്വേഷിച്ച് നടക്കണം. നമുക്ക് നല്ലൊരു എണ്ണ ഉണ്ടായി, നാട്ടിൽ പോയിട്ട് പിന്നെ വന്നില്ല. പിന്നെ വൈകുന്നേരം ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് പഴം മുറിച്ച് മാവൊക്കെ കലക്കി മോളെ കയ്യിൽ കൊടുത്തതാണ്. ഓൾ പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 5 മണിയായപ്പോഴൊക്കെ പഴം പൊരിച്ച് ചായയൊക്കെ കൊടുത്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാട്ടോ.